ഹായ് ഗായ്സ്, അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ എന്നുള്ള കമൻറ്റ് കണ്ട് അറ്റ് ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി. ഈ ഒരു ഇരുത്തുമില്ലേ, ഇതെനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ പതിവുള്ളതാണ്. എഴുന്നേൽക്കണോ വേണ്ടേ ഇങ്ങനെ ആലോചിച്ചൊരു 3/4 മണിക്കൂർ ഞാനിങ്ങനെ ഇരിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുന്നേ ഇല്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എഴുന്നേൽക്കും എന്നല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല. ദെൻ ഒന്ന് ഫ്രഷ് ആയി വന്നിട്ടുണ്ടായിരുന്നു. എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ കുറേ ആയിട്ട് കുടിക്കാറുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ എനിക്കൊരു മൂഡേ ഉണ്ടായിരുന്നില്ല കേട്ടോ കുടിക്കാൻ. ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എങ്കിലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ കുടിക്കാൻ തോന്നിയാലോ എന്ന് കരുതിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇത് ലോങ് വീഡിയോസിൻ്റെ ഐഡിയാസ് ഞാൻ എഴുതി വെച്ചതാണ്. അപ്പോൾ എന്തൊക്കെ എടുക്കണം വേണ്ട എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട ദൈവം തന്ന സിമ്പൽ പോലെ ആ വെള്ളം അറിയുകയും ചെയ്തിട്ടായിരുന്നു. പിന്നെ ഞാൻ ഡയറക്റ്റ് പോയി ചായ കുടിക്കുക ചെയ്തത്. എപ്പോഴും ഞാൻ വെള്ളം കുടിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇന്നെന്തോ ഒരു മടി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ചായ എടുത്തിട്ട് വന്നു. ബാക്കി ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി. ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതി. പിന്നെ ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എഴുതി വെച്ചു. മറന്നു പോവും, എങ്കിലും ഒന്ന് എഴുതി വെച്ചു. പിന്നെ കുറച്ച് നേരം നല്ല റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കരുതി. പുറത്തിറങ്ങിയപ്പോൾ അടിപൊളി സ്കൈ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സൗണ്ടും കിളികളുടെ ഒക്കെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെയുള്ള പരിപാടിയാണ് പുറത്തേക്ക് പോകാൻ ഏത് ഡ്രസ്സ് ഇടും എന്നുള്ളത്. കുറേ തിരഞ്ഞ് ഇതാണ് സെലക്ട് ചെയ്തത്. പിന്നെ മേക്കപ്പ് എനിക്കങ്ങ് സെറ്റ് ആവില്ല. ആകെ മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്, ലിപ് ബാം മാത്രമേ ഇടാറുള്ളൂ. കുറച്ച് ടൈമിൽ പോയി വരാമെന്ന് വിചാരിച്ച ഞാനാണ്, പക്ഷേ എൻ്റെ മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത്. 12:30 എന്തായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. വന്നിട്ടൊരു ലോങ് വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആ ഒരു എയർ ഡൈ ക്ലേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെറാക്കോട്ട ക്ലേ ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അത് പൊട്ടിക്കാതെ പോലും വെച്ചതായിരുന്നു. ബൈ ദ വേ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്ലേ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഇതുവരെ ക്ലേ തൊട്ടുള്ള ഒരു കളിയും കളിച്ചിട്ടില്ല. പണ്ട് ചെളി വാരി കളിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പോണത്. പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണെന്ന്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എപ്പോൾ ക്ലേ കൊണ്ട് എന്ത് ചെയ്താലും അടുത്തൊരു ബൗളിൽ കുറച്ച് വെള്ളം വേണമെന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെള്ളവും അതേപോലെ ഈ ഒരു നൈഫ് കേക്കിൻ്റെ ഒപ്പം കിട്ടിയതായിരുന്നു. ഇതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ യൂസുകളൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു യൂസ് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. നമുക്ക് ഇഷ്ടത്തിന് ക്ലേ മുറിക്കാനും തിരിക്കാനും ഒക്കെ സഹായിക്കും. പണ്ടേ വിചാരിച്ചതാണ് ക്ലേ കൊണ്ട് ഒരു മഷ്റൂം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഒട്ടും കുറച്ചില്ല, ഫസ്റ്റ് അത് തന്നെ ട്രൈ നോക്കാമെന്ന് കരുതി. മഷ്റൂമിൻ്റെ ആ ഒരു തണ്ട് പോർഷനാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളിത് സ്പീഡിലാണ് കാണുന്നെങ്കിലും ഭയങ്കര ടൈം എടുത്തിട്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളം കൊണ്ട് ആ ഒരു അൺഈവൻ ആയിട്ടുള്ള പോർഷനൊക്കെ ഈവൻ ആക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ടോപ്പ് പോർഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പം കാണിക്കുന്നത്. ഈ ഒരു അൺഈവൻ പോർഷനെ ഈവൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലേയിൽ വരുന്ന പെർഫെക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതുണ്ടാക്കി ഉണങ്ങാൻ വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ഉണ്ടാക്കാം. നമ്മുടെ ചാനലിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ട് നമ്മളൊരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു ക്ലേ വെച്ചിട്ടുള്ള ഒരു ട്രിങ്കറ്റ് ഡിഷ് എൻ്റെ സ്വപ്നമാണെന്നുള്ളത്. അപ്പം നെക്സ്റ്റ് അതാണ് ട്രൈ ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ എനിക്ക് പറ്റുന്ന അബദ്ധങ്ങളൊക്കെ. ഇങ്ങനെ പരത്തുമ്പോൾ ഇല്ലേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇടയ്ക്കൊന്ന് കുറച്ച് പരത്തുക, ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടിട്ട് പരത്തുക. പിന്നെ 2 ബുക്കൊക്കെ വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ ഈവൻ ആയിട്ട് നമുക്ക് ഒരേ തിക്നെസ്സിൽ കിട്ടും. ഇനി വേണ്ടത് ഒരു ലീഫാണ്. അത് അതിൻ്റെ പുറത്ത് വെക്കുക, 2 ഉരുട്ടുക. അപ്പോൾ ആ ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. എന്നിട്ട് ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്തിട്ട് ഉണങ്ങാൻ വെക്കുക. ഇതും എൻ്റെ ഒട്ടി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലീഫും എനിക്ക് ആ ടേബിളിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഒട്ടിപ്പോവില്ല. ഫൈനലായിട്ട് ഇതായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ കിട്ടുമെന്ന് കരുതിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കുഴിഞ്ഞ പാത്രത്തിലേക്ക് പുഷ് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടാക്കാം. ഇനി എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഫ്ലവർ വെച്ചിട്ട് ഒന്നെങ്കിലും ഒരു ഫ്ലവർ വേസ്, ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്ന ഫ്ലവർ വേസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ കൊണ്ടൊരു ട്രിങ്കറ്റ് ഡിഷ്. പക്ഷേ രണ്ടും നടന്നില്ല. അവസാനം ഞാൻ ബുൾസൈ ആണ് ഉണ്ടാക്കിയത്. കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ സെറ്റായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഈവൻ ആക്കുന്ന പരിപാടിയിൽ ഞാൻ അത്രയങ്ങ് സാറ്റിസ്ഫൈങ് ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു ഫ്ലവർ എന്തൊക്കെയോ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് ബുൾസൈ ഉണ്ടാക്കാമെന്ന് കരുതി.
അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബുൾസൈൻ്റെ ആ സെൻറ്ററത്തെ പോർഷൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്ലേ ഇങ്ങനെ ഉരുട്ടി പരത്തണ്ട, നീളത്തിലാക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെളി പോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഒട്ടി നിൽക്കാനായിട്ട്. എന്നിട്ട് കട്ടി കുറഞ്ഞൊരു റൗണ്ട് എടുത്തിട്ട് അതിലേക്ക് ഒട്ടിക്കുക, ഒന്ന് ഈവൻ ആക്കി കൊടുക്കുക. ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഈവൻ ആക്കുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. ഞാൻ എങ്ങനെ വെച്ച് ബുൾസൈ ചെയ്യായിരുന്നു, ഞാൻ ഈവനാക്കി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. ഇനി 4ാമത്തെ ഐറ്റം ഉണ്ടാക്കാം. കുറേ പരീക്ഷണങ്ങൾക്ക് ശേഷം ലാസ്റ്റ് ഞാനൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാമെന്ന് കരുതി. മിനിയേച്ചർ വേർഷനാണ്. അപ്പോൾ 3 ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. 3ഉം കൂട്ടി ഒട്ടിക്കുക, സെൻറ്ററിൽ ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് പോർഷൻ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഓണാക്കി വെച്ചതായിരുന്നു, ബട്ട് സ്റ്റോറേജ് തീർന്നിട്ട് ക്യാമറ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. 3 ബോൾസ് ഉണ്ടാക്കുക, 3ഉം കൂടെ കൂട്ടി ഒട്ടിച്ച് കൊടുക്കുക, ഒരു ഷേപ്പ് മാറാതെ. എന്നിട്ട് സെൻറ്ററിൽ കൂടെ ഒരു ഹോൾട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഫൈനൽ ലുക്ക് ഞാൻ പിന്നെ ഡ്രൈ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. എല്ലാം കഴിഞ്ഞപ്പോൾ ടേബിളിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഈ ഒരു റാപ്പ് എന്തായാലും മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചത്. ആ ഒരു കോൺഫിഡൻസിലാണ് ഡയറക്റ്റ് ഞാൻ ക്ലേ ഇതിലേക്ക് വെച്ചത്. പിന്നെ ഈ കാണുന്ന രീതിയിൽ ഒരു കുഞ്ഞു പോർഷൻ ക്ലേ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടേബിൾ ഒന്ന് ക്ലീൻ ആക്കുക. ഈ ഒരു സ്ക്രബ്ബർ ഞാൻ പുതിയത് വാങ്ങിയപ്പോൾ തന്നെ എടുത്തതാണ്. ഇത് വെച്ചിട്ട് ടേബിൾ ക്ലീൻ ആക്കുന്നത് കുറച്ചും കൂടെ സിമ്പിളാട്ടോ. കാരണം പെയിൻ്റ് ഒക്കെ ഒട്ടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഇതുകൊണ്ട് പോരുന്നുണ്ട്. അങ്ങനെ 2 വട്ടമൊക്കെ തുടച്ച് ടേബിൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ ഡോറിൻ്റെ പുറകിലത്തെ അവസ്ഥ ഇതാണ്. പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ ഞാൻ എല്ലാം ഇങ്ങനെ ഒരു മൂലയിൽ കൊണ്ടിടും. അപ്പോൾ ഈ റൂമും കൂടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി. ഈ അടിച്ചുവാരലും തുടക്കലും ഒക്കെ കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് പുറത്തു പോയി നല്ല ടയേർഡായിട്ടാണ് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചു നേരം ഉറങ്ങാമെന്ന് കരുതി. പിന്നെ കുറേ ടൈം കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടൈം എന്തോ 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴയും കഴിഞ്ഞു. പക്ഷെ നല്ല വെളിച്ചം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ചു നേരം നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാമെന്ന് കരുതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട്. ഒരു ദിവസം മൊത്തം ഫ്രൂട്ട്സേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് ഫുഡിനെക്കാട്ടി ഇഷ്ടം ഫ്രൂട്ട്സ് ആണ്. കറക്റ്റ് ഫുഡും ആംബിയൻസും ഒക്കെ സെറ്റ് ആയപ്പോൾ കാണാനൊന്നുമില്ല. പിന്നെ അത് കണ്ടുപിടിക്കലായി. പിന്നെ ഒരു സീരീസിൻ്റെ ഏതോ ഒരു ഭാഗവും കണ്ട്, പിന്നെ ഒരു റൂമേക്കോ വീഡിയോ ഒക്കെ കണ്ട്, അങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. പിന്നെ കുറേ നേരം TV കണ്ടു, ഫോണിൽ കളിച്ചു, ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ആഫ്റ്റർ 24 hours നമ്മൾ ഈ ക്ലേ എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നു. ഒരു 3 മണിക്കൂർ ഞാൻ വെയിലത്ത് വെച്ചു. ബാക്കിയുള്ള ടൈം ഓവർനൈറ്റ് ഒക്കെ റൂമിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഐറ്റം ആയിരുന്നു ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ്. ഇനിയൊരു പരിപാടി പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഈ ലീഫ് നമുക്ക് എടുക്കാം. ഇതിൻ്റെ ആ ഒരു വെയിൻലെറ്റ്സ് ഒക്കെ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം പെർഫെക്ഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ എല്ലാത്തിനും ബേസ് കോട്ടായിട്ട് വൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് ബാക്കി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോട്ടം പോർഷന് ഞാനൊരു പേസ്റ്റൽ യെല്ലോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടോപ്പ് പോർഷന് ആസ് യൂഷ്വൽ റെഡ് പ്ലസ് വൈറ്റ് കുത്ത് അതായിരുന്നു. പെയിൻറ്റിങ്ങിന് ശേഷം ഞാൻ വാർണിഷൊന്നും അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഇതിന് നല്ലൊരു ഗ്ലേസിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതും കൂടെ കൊടുക്കണ്ടെന്ന് കരുതി. ഇനി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാർണിഷ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗ്ലേസിങ് എഫക്റ്റ് കിട്ടും. പിന്നെ രണ്ടാമത്തെ ഐറ്റം പെയിൻറ്റ് ചെയ്യലാണ്. അതിന് വൈറ്റ് കൊടുത്തു. ആ സെൻറ്റർ ഭാഗത്ത് മാത്രം ഒരു യെല്ലോ കളർ കൊടുത്തു.
സാധനത്തിന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിങ്കും ലൈറ്റ് ബ്ലൂ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ലാസ്റ്റ് അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ മോസ്റ്റ് വെയ്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു ലീഫ്, ഇതിന് ഞാൻ അങ്ങനെ തിക്കായിട്ട് കൊടുത്തിട്ടില്ല. ആ ഒരു വെയിൻ ലെൻസിൻ്റെ ഒക്കെ ഷേപ്പ് മാറണ്ടെന്ന് കരുതി ഭയങ്കര തിന്നായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പേസ്റ്റൽ ഗ്രീൻ കൊടുത്തു. പിന്നെ എനിക്ക് ഇഷ്ടമാവാത്തതുകൊണ്ട് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് കാണാം. ഈ മഷ്റൂമിൻ്റെ സാധനം നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഡെസ്ക് ഡെക്കോറായിട്ട് വെക്കാം. രണ്ടാമത്തെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു കുഴിയിൽ നമുക്ക് ഓർഗനൈസർ ആക്കി വെക്കാം. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ യൂസ്, ഇതൊരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ക്യാൻഡിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക, കത്തിച്ച് വെക്കുക. ഒരു വെടിക്ക് 2 അല്ല 3 പക്ഷീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 യൂസുള്ള ഐറ്റമാണ് ഈ ഒരു മഷ്റൂം. രണ്ടാമത്തത് ഈ ഒരു ലീഫാണ്. ഇതിന് പ്രത്യേകിച്ച് ഉപയോഗം ഡെക്കോറായിട്ട് വെക്കാം, പ്ലസ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് കമ്മൽ, മാല, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാം. നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തത് ഈ ഒരു ഫ്ലവർ വേസ് ആണ്. ഇതാണ് ഞാൻ പിങ്ക് പ്ലസ് ബ്ലൂ മിക്സ് ആക്കി കൊടുത്തു എന്ന് പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് ഫ്ലവേഴ്സ് വെക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഈ ഒരു ബുൾസൈയുടെ സാധനം. ഇതും ഡെസ്ക് ഡെക്കോറായിട്ട് വെക്കാം, പ്ലസ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ വെക്കാം. പിന്നെ ക്യാൻഡിൽ ഹോൾഡറായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് ഉപകാരപ്പെടുത്താം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്കൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡേ ഇൻ മൈ ലൈഫിൽ എനിക്കത്ര തൃപ്തിയില്ല, കാരണം എൻ്റെ ഡേയ്സിലൊന്നും നടക്കാറില്ലടാ. അതുകൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാനുമില്ല. ഇനി എന്തെങ്കിലും സംഭവവികാസങ്ങൾ നടക്കുന്ന ദിവസം പ്രോപ്പറായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കണ്ടതിന് താങ്ക്സ്. അപ്പോൾ ബൈ.